കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂളിൽ വ്യാജമദ്യം ആരായെന്ന് പറയാമെന്തോ വ്യാജമദ്യം കൊണ്ടുവന്ന 10ാം ക്ലാസ്സുകാരൻ പിടിയിൽ. 10ാം ക്ലാസ്സുകാരനാണ് കേട്ടോ. സ്കൂളിലെ ബാഗ് പരിശോധനയിൽ വാട്ടർ ബോട്ടിൽ നിന്നാണ് ഈ ചാരായം കണ്ടെത്തിയത്. അനീഷ് ദേവസിയാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ നമ്മൾ പറയുന്ന വാർത്ത അത്ര ശുഭകരമല്ല. കാരണം ഈ സ്കൂളിൽ പതിവായി കുട്ടികൾ ഇതുപോലെ മദ്യം കൊണ്ടുവരികയും ഉപയോഗിക്കുകയും ചെയ്യുന്നതായ വാർത്തകളും റിപ്പോർട്ടുകളും അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയതെന്നൊക്കെ മനസ്സിലാക്കുന്നു. എത്രത്തോളം ആശങ്കാജനകമാണ് കാര്യങ്ങൾ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ മലയോരത്തെ ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മദ്യം ഉപയോഗിക്കുന്ന ഒരു രഹസ്യ വിവരം അധ്യാപകർക്ക് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ അധ്യാപകർ സ്കൂളിൽ ഈ വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ ബാഗിനുള്ളിലെ വാട്ടർ ബോട്ടിൽ നിന്നും ഈ വാറ്റിച്ചാരായം പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ അധ്യാപകർ ഈ കുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് സഹപാഠിയാണ് ഇത് ഈ സ്കൂളിൽ എത്തിച്ച് നൽകിയതെന്ന് വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുണ്ട്. ഈ മറ്റ് വിദ്യാർത്ഥികൾക്കും ഈ സഹപാഠി ഇതുപോലെ വാറ്റിച്ചാരായം എത്തിച്ചിട്ടുണ്ടെന്നാണ് ഈ കുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നത്. തുടർന്ന് ഈ അധ്യാപകർ താമരശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ താമരശ്ശേരി പോലീസ് ഈ മദ്യം ഈ സ്കൂളിൽ കൊണ്ടുവന്ന വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തിരുന്ന ഈ തൻ്റെ വീട്ടിൽ, അതായത് ഈ കുട്ടിയുടെ രണ്ടാനച്ഛൻ വീട്ടിൽ ഇങ്ങനെ വാറ്റുന്നുണ്ടെന്നും ഇതിന് സഹായത്തിന് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നും ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. തുടർന്ന് ഈ താമരശ്ശേരി പോലീസ് ഈ കുട്ടിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ഈ വീടിന് സമീപത്തു നിന്നും ചാക്കിൽ കെട്ടിയ നിലയിൽ 56 കുപ്പി വാറ്റിച്ചാരായം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 28 ലിറ്റർ വാറ്റിച്ചാരായമാണ് ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കുട്ടിയുടെ രണ്ടാനച്ഛൻ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ക്രിസ്റ്റീന, ഹാഷ്മി. അല്ല അനീഷ്, ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ ചാരായം കൊണ്ടുവന്ന ലക്ഷ്യം എന്താണ്? സഹപാഠികൾ കൊടുക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മദ്യപിക്കുന്നുണ്ടെന്ന് പരിശോധന വേണം. അതല്ല, ഇനി വീട്ടിൽ ചാരായം മാറ്റുന്നതാണെങ്കിൽ വിദ്യാർത്ഥി എന്നുള്ള കവറിൽ അവനെ കൊണ്ട് ചാരായം വിപ്പിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. കുറേയധികം ചോദ്യങ്ങൾ അവിടെയുണ്ട്. അനീഷ്, യഥാർത്ഥത്തിൽ ആ 10ാം ക്ലാസ്സുകാരൻ ഒരു ഇരയാണ്. അശ്വി, തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ കുട്ടി നൽകിയിരിക്കുന്ന ഒരു മൊഴി ഈ കുട്ടിയുടെ രണ്ടാനച്ഛൻ വീട്ടിൽ വാറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഈ വാറ്റാൻ തന്നെയും ഇത് വാറ്റാൻ കൂട്ടുന്നുണ്ട് എന്നാണ് വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതുപോലെ സ്കൂളിൽ അധികൃതർക്കും മൊഴി നൽകിയിരിക്കുന്നത്. അത്തരത്തിലായിരിക്കാം ഈ കുട്ടി മറ്റ് സഹപാഠികൾക്കും ഈ സ്കൂളിൽ എത്തിച്ച് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കുറച്ച് ദിവസങ്ങളിലായി ഈ അധ്യാപകർക്ക് ഒരു സംശയമുണ്ടായിരുന്നു. അതായത് ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഇങ്ങനെ മദ്യം ഉപയോഗിക്കുന്നതായിട്ടൊരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒരു പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഒരു കുട്ടിയുടെ ബാഗിനുള്ളിൽ അത് വാട്ടർ ബോട്ടിൽ നിന്നും ഇതിൽ വാറ്റുചാരായം കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്നാണ് ഈ അധ്യാപകർ പോലീസിൽ വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി ഈ കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വെളിച്ചത്ത് വരുന്നത്. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ഗുരുതര വിപത്തിന് കാരണമാകും. ഹാഷ്മി. അനീഷ് ദേവസ്യാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വാട്ടർ ബോട്ടിൽ 10ാം ക്ലാസ്സുകാരൻ ക്ലാസ് മുറിയിലേക്ക് ചാരായം കൊണ്ടുവന്ന് സംശയമുണ്ടായി പരിശോധിച്ചപ്പോഴാണ്. അപ്പോൾ എത്ര നാളായി അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്? കൂട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ മദ്യപിക്കുന്ന കുട്ടികൾ ക്ലാസ്സിലിരുന്ന് എന്താണ് ചെയ്യുന്നത്? വേറെ എവിടെയെങ്കിലും വിൽക്കുന്നുണ്ടോ? തുടങ്ങിയ വളരെ വിശദമായ അന്വേഷണ കാര്യത്തിൽ വേണമല്ലേ? വീട്ടിലെ ഈ കുട്ടിയോട് ആ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ, ചാരായം മാറ്റുന്ന പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കൂടെ പറയുന്ന ഒരു രണ്ടാനച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കുഞ്ഞുങ്ങളെ മാത്രം ഇരയാണ്. അപ്പോൾ അവൻ 10ാം ക്ലാസ്സുകാരൻ ഇരയാണ്. പിന്നെ 10ാം ക്ലാസ്സുകാരെ മദ്യപിക്കുമോ എന്നൊക്കെ നമ്മൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? പുതിയ നമ്മൾ SKN40 ലഹരി വിരുദ്ധ യാത്രയിൽ MDMAക്ക് അഡിക്റ്റായ 7ാം ക്ലാസ്സുകാരനെ പറ്റി നമ്മൾ കേട്ടായിരുന്നു. 4ാം ക്ലാസ്സുകാരനെ പറ്റി കേട്ടായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ്സുകാരൻ ഉണ്ട്, 4ാം ക്ലാസ്സുകാരുണ്ട്. അപ്പോൾ ഈ പുതിയ കാലമാണ്, വല്ലാത്ത കാലമാണ്. സൂക്ഷിച്ചാൽ നമുക്കൊള്ളാം കേട്ടോ. ഓപ്പറേഷൻ തൂഫാൻ എല്ലാവിധ ആശംസകളും. അപ്പോൾ തീർച്ചയായിട്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.